തന്നെ നീ ഇതല്ലേ ചന്തയ്ക്കകത്ത് കിടന്ന് ചായക്കെന്ന് പറഞ്ഞിരിക്കും. വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാൻ ഒരു മാന്യതയുണ്ട്. നേരിൻ്റെ ശബ്ദത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് നമ്മുടെ ഓണമാണ്. ഓണത്തിൽ എല്ലാവരും ആഘോഷ രീതിയിലാണ് എന്ന് വിശ്വസിക്കുന്നു. എങ്കിലും അതിൻ്റെ ഇടയിൽ വിഷമവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട്. എങ്കിലും ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുമായിട്ടാണ്. കാരണം നമ്മുടെ പല വീട്ടുകളിലും ഈ സംഭവങ്ങൾ നടക്കാറുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ, അതായത് ഈ പ്രദേശത്ത്, അതായത് നെടുമങ്ങാട് വെള്ളനാട് പഞ്ചായത്ത് 1-ാം വാർഡിൽ നടക്കുന്ന തൊഴിലുറപ്പുകാരുടെ ഗുണ്ടായിസ രീതിയെക്കുറിച്ച് പറയുവാനാണ് ഇന്ന് ഞാൻ വന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വെള്ളനാട് പഞ്ചായത്ത് 1-ാം വാർഡിൽ പല ഭാഗങ്ങളിലായി തൊഴിലുറപ്പുകാർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർ വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 10-25 പേരോളം പ്രായമുള്ളവരും ഇല്ലാത്തവരുമാകുന്ന വനിതാ സംഘങ്ങൾ വന്ന് അവരുടെ സഹായിയായ 2 പുരുഷന്മാരും ഉണ്ടാകും. അവർ വന്ന് നമ്മുടെ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുമ്പോൾ അവർ വന്ന് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക, പുല്ലുകൾ വെട്ടിത്തെളിക്കുക, ആ രീതിയിലേക്ക് ആണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ വെള്ളനാട് പഞ്ചായത്ത് 1-ാം വാർഡിൽ വളരെ ഗുണ്ടായിസ രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ എൻ്റെ ഭവനത്തിലും ഇതേപോലെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് വന്നു. അന്നും ഇവിടെ നട്ടിരുന്ന മുളക് കൃഷിയുണ്ട്. ആ മുളകിൽ നിന്ന് അനവധി മുളകുകൾ ഇവർ പറിച്ചെടുക്കുകയും ചില മുളകിൻ്റെ ചെടികൾ ഇവർ വെട്ടി നശിപ്പിക്കുകയും ഇടയായി. അത് നമ്മൾ പറഞ്ഞു. അന്ന് വൈഫ് അവരോട് സംസാരിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം അവർ വന്നപ്പോൾ ആരുമില്ലായിരുന്നു ഈ വീട്ടിൽ. ഇവിടെ വിറക് അടുക്കി വെച്ചിരുന്നു. ആ വിറക് മുഴുവൻ, അതിൻ്റെ പകുതിയോളം അവരെ ഇവിടുന്ന് പറക്കിക്കൊണ്ടു പോകാനിട വന്നു. അതല്ല ഇന്നത്തെ വിഷയം. ഞാനുള്ള സമയത്ത് നേരിട്ട് കണ്ട എൻ്റെ ക്യാമറയിലൂടെ പതിച്ച ചില ദൃശ്യങ്ങൾ തരികയും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുവാനാണ് താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ മുതൽ അവരിവിടെ വന്നു. ഇന്നലെ വന്നതിന് ശേഷം ഫസ്റ്റ് ഇവർ ചെയ്യുന്ന 9:30, 9:45, 10 മണിയോളമായി അവരിവിടെ എത്തിയപ്പോൾ വന്ന് അവരുടെ മാറ്ററുണ്ട്. ഇവർ വന്ന ഉടനെ നമ്മുടെ വിളയെല്ലാം പരിശോധിക്കുക. അതിനകത്തൊരു തേങ്ങ കിട്ടി. ആ തേങ്ങ അപ്പോഴേ തന്നെ അവരൊരു ചാക്കിലേക്ക് മാറ്റി. അപ്പം ഞാനത് ക്യാമറയിലൂടെ കണ്ടപ്പോൾ ഞാനത് വീട്ടിൽ വൈഫിനെ വിളിച്ച് പറഞ്ഞു, ഇന്നമാതിരി തേങ്ങ ഒരെണ്ണം കിടപ്പുണ്ട്. ഒന്നാമത് തേങ്ങയ്ക്ക് വില കൂടുതലാണ്, നമുക്ക് തേങ്ങയില്ല. ഇറങ്ങിച്ചെന്ന് വൈഫ് തേങ്ങ ചോദിച്ചു. അപ്പോൾ കുറേ എന്തുണ്ടാക്കുക അസഭ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് തേങ്ങ തിരികെ കൊടുത്തു. അതിനുശേഷം ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ക്യാമറയിൽ അലാറം അടിക്കുകയുണ്ടായി. വീണ്ടും ഞാൻ നോക്കിയപ്പോഴുണ്ട് നമ്മുടെ വീടിൻ്റെ ചേർന്ന് നിൽക്കുന്ന മുളകിൽ നിന്ന്, അതായത് എൻ്റെ പെങ്ങൾക്ക് കുവൈറ്റിൽ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി നട്ടുപിടിപ്പിച്ച പഴുത്ത് പോകുമ്പോഴേക്കും ഇപ്പോൾ സ്ഥലത്തുണ്ട്. അദ്ദേഹം പോകുമ്പോൾ കൊടുത്തു വിടുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഷുഗറും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ മരുന്ന് ഇത് കഴിച്ചാൽ, ഈ മുളക് കഴിച്ചാൽ ഭേദം വരും എന്ന പ്രതീക്ഷയിൽ നമ്മൾ വട്ട് വളർത്തി. ഞാൻ നോക്കിയപ്പോൾ 2 പേര് അല്ല, ഒരാൾ, 2 പേരുണ്ടായിരുന്നു. അപ്പോഴങ്ങ് മാറി ഒരാൾ അവിടെ നിന്ന് ഈ മുളകെല്ലാം പറിക്കുകയാണ്. അപ്പോൾ ഞാൻ ക്യാമറയിലൂടെ തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ മുളക് പറിക്കാനാണോ വന്നത്, പരിസരം വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നതാണോ? ഉടനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, ക്യാമറ കണ്ടില്ല. പിന്നീട് ഞാൻ പറഞ്ഞു മുകളിലോട്ട് നോക്കാൻ പറഞ്ഞ് ക്യാമറ കണ്ടു. അതിന് ശേഷം പിന്നെ ഇവർ നടന്ന ഒരു ബഹളം എന്ന് പറഞ്ഞാൽ, കാക്കക്കുട്ടി കല്ലെറിയുന്നത് എങ്ങനെയാണോ അതേ രീതിയിലാണ്. ഞങ്ങൾ പാർട്ടി പ്രവർത്തകരാണ്, ഞങ്ങൾക്ക് കൊണ്ട് ചോദിക്കാനും പറയാനും. അപ്പോൾ ഇവർ പറയുന്നത് ഞാനിവരെ മോഷ്ടാക്കൾ എന്ന് വിളിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇങ്ങനെ മോഷ്ടാക്കൾ എന്ന് വിളിക്കുന്നതിന് കാര്യം, എൻ്റെ അനുമതിയില്ലാതെ എൻ്റെ പറമ്പിൽ നിന്ന് സാധനം എടുക്കുന്നവരെ മോഷ്ടാക്കൾ എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? പക്ഷേ ഇവരുടെ പ്രായം നമ്മൾ മാനിച്ച് ഇവരെ മോഷ്ടാക്കൾ എന്ന് വിളിച്ചിട്ടില്ല. അതിനുശേഷം ഇവർ വൈഫിനോട് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. അതിനുശേഷം വൈഫിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ എല്ലാ പറമ്പിലും പോയാലും ഞങ്ങൾക്ക് കൈ കിട്ടുന്നല്ല എടുത്തുകൊണ്ട് പോകും. സംഭവം ശരിയാണ്. കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പും എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ കടന്നു പോയപ്പോൾ
എൻ്റെ വീടിൻ്റെ തുളസിത്തറയുടെ മേലിൽ നമ്മൾ പാക്ക് പറക്കി വെച്ചിരുന്നു. ആ പാക്ക് പറക്കി വെച്ചിരുന്ന ആ പാക്ക് അതിലൊരു പുരുഷനാണെന്നോ അദ്ദേഹം ആ പാക്ക് പറക്കി എടുത്ത് അദ്ദേഹത്തിൻ്റെ സഞ്ചിയിലിട്ട് നടന്നു പോകുന്നതായിട്ട് കാണുവാൻ കഴിയും. അങ്ങനെ ഇന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഇവർ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ വളരെ എന്നെ ദേശത്ത് നാണം കെടുത്തത്തക്ക രീതിയിലാണ് ഇവരുടെ സംസാരവും പ്രവൃത്തികളും. ഗുണ്ടായിസ രീതിയിലാണ്. അത് തൊട്ട് മേളിൽ എൻ്റെ തൊട്ട് മേളിൽ വേറെ ഒരു വീടുണ്ട്. അവിടെ അല്പം സുഖമില്ലാത്ത ഒരു സഹോദരൻ അവിടെ താമസിക്കുന്നുണ്ട്, കിഷോർ എന്ന പേര്. അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കൽ ആണ് ഇവരുടെ വിശ്രമം. ആ ചോറ് കഴിച്ചിട്ട് എച്ചിലും വേസ്റ്റും എല്ലാം അവിടെ തന്നെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ തന്നെ ഇട്ടിട്ട് ഗുണ്ടായിസ രീതിയിലാണ് അവരവിടെ സംസാരവും ബഹളവും കുറേ മണിക്കൂറുകൾ അവിടെ ചിലവഴിച്ചത്. ഇന്നലെ തന്നെ ഈ ഒരു പ്രശ്നത്തിന് ശേഷം അവർ നമ്മുടെ തൊട്ട് അടുത്ത അപ്പുറത്തെ പറമ്പിൽ കയറി ഒരു ജോലിയും ചെയ്യാതെ അവർ ആരോടോ വാശി തീർക്കത്തക്ക രീതിയിൽ ഒരു ജോലിയും ചെയ്യാതെ 25 പേര് ഉണ്ടായ 25 പേര് മാത്രം ഉൾപ്പെടെ അവർ ചെയ്തിരിക്കുന്ന കുറച്ച് സ്ഥലം മാത്രം ജോലി ചെയ്തു. ബാക്കി അവർ ചെയ്തില്ല. എനിക്ക് പരാതിയില്ല. കാരണം ഞാൻ പൈസ കൊടുക്കുന്നില്ല, സർക്കാരാണല്ലോ പൈസ കൊടുക്കുന്നത്. പക്ഷേ സർക്കാർ ഈ പൈസ കൊടുക്കുന്നത് ഇവർ ചെയ്യുന്നുണ്ടോ, ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള അയൽക്കൂട്ട ഈ തൊഴിലുറപ്പുകാർ ഓരോ വീട്ടുകളിൽ ചെന്ന് മോഷണം ഇങ്ങനെ നടത്തുന്നതായിട്ടും നമുക്ക് പല സംഭവങ്ങളിലൊക്കെ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ ഗുണ്ടായിസ രീതി ഞങ്ങൾക്കും ചോദിക്കുവാനും പറയാനും ആളുണ്ട്. ഞാനതിനെ ഇവരെ ചീത്ത വിളിക്കാനോ അസഭ്യം പറയാനോ പോയിട്ടില്ല. ഇവിടെ ക്യാമറയുണ്ട്, അതിനകത്ത് വോയിസ് റെക്കോർഡുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇവർ എന്നെ ഭാര്യയും ഏതെല്ലാം രീതി അസഭ്യം ചീത്ത വരെ പറഞ്ഞു. അവനെന്നും ഇവനെന്നും. ഞാനൊരു പൊതുപ്രവർത്തകനും അതുപോലെ തന്നെ പല ചാരിറ്റിയുമായിട്ട് പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നൊരു വ്യക്തി കൂടിയാണ്. ദേശത്തെ പല സാധനങ്ങളും ഞാൻ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിവിടെ നിങ്ങൾ തിരക്കി കഴിഞ്ഞാൽ അറിയാം. ഭിന്നശേഷിയിലൊക്കെ അതിൽ BRCയിലൊക്കെ ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വരെ കിറ്റ് വരെ ഞാൻ വിതരണം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. കൊറോണ സമയത്തൊക്കെ ആരുടെയും 1 രൂപ എടുക്കാതെ എൻ്റെ സ്വന്തം മുതൽ മുടക്കിൽ തന്നെ ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നോട് ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മുളകോ തേങ്ങയോ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമായിരുന്നു. പക്ഷേ ചോദിക്കുന്ന ഇവരൊരു ഗുണ്ടായിസ രീതിയിൽ എനിക്ക് എന്തും എടുക്കാം, എങ്ങനെയും സംസാരിക്കാം എന്നുള്ള അഹങ്കാര മനോഭാവത്തോടു കൂടിയാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കുവാൻ ഇവരുടെ രാഷ്ട്രീയക്കാരുണ്ട് എന്നുള്ള ആ ധൈര്യത്തിലാണ് എൻ്റെ വീട്ടിൽ ഇന്നുണ്ടായ ഗുണ്ടായിസ രീതി എന്ന് തന്നെ പറയാം. ഇവർ വഴിയിൽ കയറി നിരന്നിരിക്കുകയായിരുന്നു. എൻ്റെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകുവാനോ വരാനോ കഴിയാത്ത രീതിയിൽ നിരന്നിരുന്ന് അസഭ്യം പറയുകയും പ്രാകുന്ന ശബ്ദവും അവൻ ഗുണം പിടിക്കത്തില്ലെന്നും അവൻ നശിച്ചു പോകുമെന്നും പിന്നെ ഇവന് ഇത്ര ദരിദ്രവാസിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എൻ്റെ ഭാര്യയെയും മക്കളെ വരെ വെറുതെ വിട്ട് അത്രയധികം അസഭ്യ വാക്കുകളാണ് നമ്മുടെ വീട്ടിൽ നിന്ന് സാധനം എടുത്തപ്പോൾ ചോദിച്ചതിന് പകരമായി ഇവർ ചെയ്തത്. ഉടനെ ഇവർ അടുത്തൊരു വെല്ലുവിളി ഇവർ നടത്തിയിരിക്കുന്നത് ഇനി എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ബാക്കി ജോലി ഇവർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇനി അടുത്ത പ്രാവശ്യം മുതൽ ഈ വീട്ടിലെ വേസ്റ്റുകൾ മാറ്റുവാൻ ഇവർ വരുത്തില്ലെന്നും ഇവർ ലെറ്റർ വാങ്ങത്തില്ലെന്നും ഇവർ ഇങ്ങോട്ട് വന്ന് എനിക്ക് വീടും പരിസരവും വൃത്തിയാക്കി തരുത്തില്ല എന്ന് വെല്ലുവിളിച്ചിട്ടാണ് ഇന്ന് പോയത്. അതുമാത്രമല്ല, എൻ്റെ വീടിൻ്റെ വടക്ക് സൈഡിൽ കിഴക്ക് ഭാഗത്തായിട്ട് ഇവർ എവിടുന്നോ ഇന്നലെ നടന്ന പ്രശ്നം, ഇന്നും പ്രശ്നം ഉണ്ടായി. ഇന്ന് രാവിലെ ഇവർ വെള്ളനാട് പഞ്ചായത്ത് ആശാവർക്കറെ വിളിച്ചു പറഞ്ഞു എൻ്റെ വീടിൻ്റെ വടക്ക് വശം മുഴുവൻ വേസ്റ്റാണെന്ന്. ഇത്രയും നാളും ഇല്ലാത്ത വേസ്റ്റ് ഇന്ന് രാത്രിയോ ഇന്നൊരു പകലുകൊണ്ട് എങ്ങനെ ഇവിടെ ഇത്രയും വേസ്റ്റ് വന്നു എന്ന് എനിക്കറിയുന്നില്ല. കാരണം ഇവിടെ എല്ലാ മാസവും ഇവിടെ വന്ന് നമ്മുടെ കവർമാലുകളും വേസ്റ്റുകളും എല്ലാം എടുത്തുകൊണ്ട് പോകുവാൻ അതിൻ്റെ അംഗങ്ങൾ വരുന്നുണ്ട്. അവർ നമുക്ക് സാധനങ്ങളും വേസ്റ്റ് സാധനങ്ങൾ പ്ലാസ്റ്റിക് സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. 50 രൂപ വെച്ച് നമ്മൾ കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ഇത്രയും കാലവും ഇല്ലാത്ത കുറേ കവർമാലുകൾ, പാലിൻ്റെ കവറുകൾ, പല രീതിയിലുള്ള വേസ്റ്റുകൾ ഇന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് കൊണ്ടിട്ടിട്ട് ആണ് ഇന്ന് അവർ കൊണ്ട് വിളിച്ചു പറയുകയും കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഗുണ്ടായിസ രീതിയിലാണ് വെള്ളനാട് പഞ്ചായത്ത് 1-ാം വാർഡിൽ ഇന്ന് നടക്കുന്ന തൊഴിലുറപ്പ് മേഖലയിൽ നിൽക്കുന്ന സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് എനിക്കുണ്ടായിരിക്കുന്നത്. ഇത് നമ്മൾ ഇന്ന് നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ അധികാരികൾ ഇതിന് നിയന്ത്രണം രേഖപ്പെടുത്തിയില്ലെങ്കിൽ നാളെ വീണ്ടും ഇതുപോലെയുള്ള ഗുണ്ടായിസ രീതിയിലും നമ്മുടെ അനുമതിയില്ലാതെ നമ്മുടെ പറമ്പിൽ നിന്ന്, നമ്മുടെ വസ്തുക്കളിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് പോലും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും.
അതിനെതിരെ തക്കതായ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കണമെന്നും അതുമാത്രമല്ല ഇവർക്ക് ചുമതല കൊടുക്കുന്ന മാറ്റർമാരെയും നിയന്ത്രിക്കുവാനും നോക്കുവാനും അവരുടെ സംസാര രീതി പോലും നിയന്ത്രിക്കുവാൻ ഇതിന് സർക്കാർ പണം കൊടുത്താൽ മാത്രം പോരാ, വേണ്ട സന്നദ്ധ രീതികൾ നിയമങ്ങൾ ഇവർക്ക് കൊടുക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനി ഇതേപോലെ ആവർത്തിക്കുവാൻ ഒരു അയൽക്കൂട്ട തൊഴിലാളികൾ വരാൻ പാടില്ല എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അവരെ വേറെ രീതിയിൽ പറയല്ല, പക്ഷെ അവരുടെ ഈ ഗുണ്ടായിസ രീതി ഒന്ന് മാറ്റുക. ഇവിടെ തൊട്ടടുത്ത് വീട്ടുകാരുണ്ട്, ഇവിടെ ക്യാമറയുണ്ട്, ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. നമ്മൾ മോശമായ ഒരു വാക്കുകൾ ഇവരോട് സംസാരിച്ചിട്ടില്ല, മറിച്ച് നമ്മളോട് ഈ രീതിയിൽ എവിടുന്നോ കുറേ വേസ്റ്റുകളും കൊണ്ടിട്ടിരിക്കുകയാണ്. എന്നിട്ട് അത് ഇവിടെ ഇട്ടിട്ടാണ് പോയി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇവിടെ വേസ്റ്റ് കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ രീതിയിലുള്ള വക്രബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തകർക്കെതിരെ തക്കതായ നിയമ നടപടികൾ എടുക്കണമെന്നും അതുമാത്രമല്ല ഇവർക്കൊരു താക്കീത്, ഇനിയുള്ള ഒരു ഭവനങ്ങളിലും പോകുമ്പോൾ അവർക്കൊരു ഗുണ്ടായിസ രീതിയിൽ അവരോട് പെരുമാറരുത് എന്നുകൂടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്.